ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് 3 വെറൈറ്റീസായ പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ 2 കോംബോ ആയിട്ടാണ് വരുന്നത്. ഒന്ന് സിംഗിളായിട്ട് വരുന്ന പ്ലാന്റാണ്, ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റാണ് അത് വരുന്നത്. ഇതിൽ വരുന്ന എല്ലാ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സ് ആണ്, ഔട്ട്ഡോറായിട്ടുള്ള ഒരു പ്ലാന്റും ഇല്ല. എന്നാൽ നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല, ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുന്ന പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെപ്രോമിയാണ് വരുന്നത്. പെപ്രോമിയ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ മിക്സ് ചെയ്തിട്ടാണ് പെപ്രോമിയ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വാട്ടർമെലൺ പെപ്രോമിയ എന്നാണ്. വാട്ടർമെലൺ പെപ്രോമിയ എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ലീഫിന് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന തണ്ണിമത്തൻ്റെ തൊണ്ടുമായിട്ട് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് വാട്ടർമെലൺ പെപ്രോമിയ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ. മാത്രമല്ല, ഇതൊരു ഇൻഡോറായിട്ട് ഉപയോഗിക്കേണ്ട പ്ലാന്റും കൂടിയാണ്, ഔട്ട്ഡോറായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ് വരുന്നത്. 90 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോയയാണ്. ഹോയ പ്ലാന്റ് വരുന്നത് കോംബോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹോയ എന്ന് പറയുന്നത് 9 കളറുകളാണ്. അപ്പോൾ 540 രൂപയാണ് കോംബോ ആയിട്ട് കൊടുക്കുന്ന റേറ്റ്. സിംഗിളായിട്ട് വരുന്നത് 65 രൂപയാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് പ്ലാന്റിൻ്റെ സൈസാണ്. ഞങ്ങൾ അയക്കുന്ന പ്ലാന്റ് ജിഫി സൈസാണ്, അത്യാവശ്യം വലുതാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം വലിയ പ്ലാന്റാണ് അയക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്, റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ് അയക്കുന്നത്. അത്യാവശ്യം നല്ല വേരൊക്കെ പിടിച്ചിട്ടുള്ള പ്ലാന്റും കൂടിയാണ്, റൂട്ടഡ് പ്ലാന്റ് ആണെന്നുള്ളത് ഇതിൻ്റെ അടിയിലത്തെ വേര് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ചെടിക്ക്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് പെപ്രോമിയൻ്റെ സെയിം പോട്ടി മിക്സ് തന്നെയാണ് ഇതിലും വരുന്നത്. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി മിക്സഡ് ആക്കിയിട്ട് ഈ ജിഫി ബാഗിലാണ് റെഡിയാക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഹോയയിൽ ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഭാഗം കരിഞ്ഞു പോകുന്നത് കാണാം. കരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വീണ്ടും അതിൽ ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഒരുപാട് നല്ല ബുഷായിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇത് 4 കളറുകളാണ് ഉള്ളത്. 260 രൂപയാണ് ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത്. പിങ്ക്, റെഡ്, വൈറ്റ്, മെറൂൺ എന്നീ കളറുകളിലാണ് ഉള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നമ്മൾ ഈ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സെയിം പോട്ടി മിക്സ് ആണ് വരുന്നത്. ഹോയൻ്റെ ആയാലും പെപ്രോമിയൻ്റെ ആയാലും സെയിം പോട്ടി മിക്സ് തന്നെയാണ് വരുന്നത്. സാധാ പോലെ തന്നെ ജിഫി ബാഗിലാണ് ഇത് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ജിഫി ബാഗിൽ വരുന്ന ചെടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് എത്ര ദിവസമായാലും അതങ്ങനെ നാശമാവില്ല. അതുകൊണ്ടാണ് ജിഫി ബാഗിൽ പരമാവധി ഞങ്ങൾ കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സെയിം സാധനം, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ മിക്സഡ് ആയിട്ടുള്ളതാണ് പോട്ടി മിക്സ് വരുന്നത്. നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ്. സൈസ് ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മളെടുക്കുന്ന പോട്ടാണ്. പോട്ട് എന്ന് പറയുമ്പോൾ സാധാ പോട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പോട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുഷായിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്. അപ്പോൾ നമ്മൾ പരമാവധി ഇച്ചിരി വലിയ പോട്ടെടുത്ത് നടാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. വലിയ പോട്ടെടുത്ത് നടുന്ന സമയത്ത് ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ കയറ് വെച്ചിട്ടോ വലിച്ച് കെട്ടി കൊടുക്കാവുന്നതാണ്. ചെടി അത്യാവശ്യം വളർന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റോടൊപ്പം സാധാ തൂക്കിക്കെട്ടി നടുന്നവരുണ്ടെങ്കിൽ, തൂക്കിക്കെട്ടിൽ നടാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടാൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഒന്നും കൂടി എടുപ്പായിരിക്കും. നിലത്ത് വെച്ച് നടുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ തൂക്കിക്കെട്ടി തന്നെയാണ്. ഒരുപാട് ഫ്ലവർ ഉണ്ടാകുമ്പോൾ എടുപ്പ് തൂക്കിക്കെട്ടി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ലിപ്സ്റ്റിക്കിനായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ പോവുക. പിന്നെ വെള്ളം ഒഴിക്കേണ്ട രീതി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി, അതായത് നമ്മുടെ ചെടിച്ചട്ടി നന്നായിട്ട് മണ്ണ് നന്നായിട്ട് നനഞ്ഞ് കുതിരുന്ന രീതിയിൽ തന്നെ ഒഴിക്കണം. അതായത് ചെടിച്ചട്ടിയിൽ നിന്ന് വെള്ളം പുറത്ത് ഉറ്റി വീഴുന്ന പോലെ തന്നെ ആയിട്ട് ഒഴിക്കുകയും വേണം. ഇളം വെയിൽ കൊള്ളിക്കുന്നത് ഇച്ചിരി കൂടി ബെറ്ററാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കുക. ഈ ചെടിക്കൊക്കെ ഒരു നേരം നനച്ചാലും മതി കേട്ടോ. ഒരുപാട് നനച്ച് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കുകയും വേണ്ട. ഒറ്റൊരു നേരം ഒഴിച്ചാൽ മാത്രം മതി. നമുക്ക് പരമാവധി രാവിലെ ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിലെ വെള്ളം മൊത്തം വലിച്ചെടുത്ത് വീണ്ടും പഴയ രീതിയിലായിക്കോളും ചെടി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കോംബോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.